ഈ പോലീസിന് ഇടതുപക്ഷ നയം പഠിപ്പിക്കാൻ ബാധ്യതപ്പെട്ട ഒരു ഭരണകൂടം 10 വർഷം പൂർത്തിയാക്കുമ്പോഴും സമ്പൂർണ്ണമായും പരാജയപ്പെട്ട് മുഖം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. എനിക്കത് ഇനി ആവർത്തിച്ച് പറയാൻ എനിക്ക് തന്നെ മടിയാവുകയാണ്. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങളെ ആഭ്യന്തര വകുപ്പിൻ്റെ തലപ്പത്തിരുന്നുകൊണ്ട് ഈ പോലീസിനെ എന്ത് ഇടതുപക്ഷ നയമാണ് പഠിപ്പിക്കുന്നതെന്ന് ഒരു പൗരൻ നിലയ്ക്ക് ചോദിക്കാൻ എനിക്ക് ആവർത്തിക്കുമ്പോൾ എനിക്ക് തന്നെ ജാള്യത തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടി കഴിഞ്ഞ 10 വർഷമായിട്ട് ആളുകളുടെ മുമ്പിൽ നമ്മൾ തൊലി ഒഴിഞ്ഞ് നിൽക്കുകയാണല്ലോ ഈ വകുപ്പിനെ ചൊല്ലി എന്നതൊരു സമ്മേളനത്തിൽ പോലും ഉന്നയിക്കാൻ കഴിയാത്തവണ്ണം ആ സംഘടനാ സംവിധാനം ദുർബലമായി പോകുന്നു എന്നത് നമ്മൾ പലകുറി സംസാരിച്ചു കഴിഞ്ഞു. ആർക്കും അതിനെക്കുറിച്ച് മിണ്ടാനില്ല. എൻ്റെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ആരോടാണ്? പ്രതിപക്ഷത്തോടാണ്. പ്രതിപക്ഷമാരാണ്. ഒരു സർക്കാർ ദൂഷിച്ചു പോയാൽ ആ സർക്കാരിനെതിരെ സമരത്തിൻ്റെ ശബ്ദം ഉയർത്താൻ ഉറച്ച ചോദ്യം ചോദിക്കേണ്ട ബാധ്യത ആർക്കാണ്? ദിവ്യ, പ്രതിപക്ഷത്തിനാണ്. നമ്മുടെ റെപ്രസെൻറ്റേഷനാകുന്ന നാം വിചാരിക്കുന്ന പ്രതിപക്ഷം വഞ്ചനാപരമായ സമീപനം സ്വീകരിച്ച സംഗതിയാണിത്. വഞ്ചനയാണ്, കൊടിയ വഞ്ചന. ഞാൻ പറയട്ടെ, ഈ ചെറുപ്പക്കാരൻ അവിടെ പോയി, അയാൾ പോലീസ് പിടിച്ചുകൊണ്ട് പോയി, അയാളെ മാരകമായി മർദ്ദിച്ചു, പുറത്തിറങ്ങി വന്നു. ഈ വിഷയം കേരളത്തിൻ്റെ പൊതുശ്രദ്ധയിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷാഫി പറമ്പിൽ എം പിയുടെ മുമ്പിൽ 1/2 ഡസനോളം സമയം പോയി. അവഗണിച്ചു അയാൾ. ആ പ്രശ്നം ഏറ്റെടുക്കാനോ കേരളത്തിൻ്റെ പൊതുശ്രദ്ധയിൽ കൊണ്ടുവരാനോ നിയമസഭയിൽ ഉന്നയിക്കാനോ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കാനോ ഈ ഷാഫി പറമ്പിൽ തയ്യാറായില്ല. ആരാ പറയുന്നത്? ഇദ്ദേഹം പറയാണ്. അദ്ദേഹത്തിന് വേണ്ടി നിയമ പോരാട്ടം നടത്തിയ മനുഷ്യൻ മാധ്യമങ്ങളോടും ജനങ്ങളോടും പറയാണ് അങ്ങനെ ഉണ്ടായില്ല എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ അടുത്ത് പോയി ഇതൊരു പ്രശ്നമാണ്, ഏറ്റെടുക്കണമെന്ന്. ഏറ്റെടുത്തില്ല. അദ്ദേഹത്തിന് വേറെ പല തിരക്കുകളുണ്ടായിരുന്ന കാര്യം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഏറ്റെടുക്കാത്തത്. പക്ഷേ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസിൻ്റെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കളും എന്തുകൊണ്ട് ഈ പ്രശ്നം ഏറ്റെടുത്തില്ല? മനുഷ്യരുടെ അന്തസ്സിനെ ഇല്ലാതാക്കുന്ന, അവരുടെ ശരീരത്തിന് മേൽ അതിക്രമം നടത്തുന്ന ഒരു സ്റ്റേറ്റ് സംവിധാനത്തിനെതിരായിട്ടുള്ള സമരം നടത്താനുള്ള ഒന്നാമത്തെ ബാധ്യത നിറവേറ്റിയില്ല. എന്നാ കാര്യം എന്നറിയോ? എന്നാത്തിനാ വെറുതെ മെനക്കേടാന്ന്. അതാ കാര്യം. മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് സമരം ചെയ്യാൻ കുറച്ച് പണിയാണ്, മെനക്കേടാണ്. അവനവൻ്റെ രാഷ്ട്രീയ നേട്ടത്തിനും അവനവൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വിസിബിലിറ്റിക്കും വേണ്ടി മാത്രം പണി. അല്ലാതെ പൊതുവായ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരത്തിൻ്റെ ഭാഗമാകാൻ പാടാണ്. അത് കോൺഗ്രസിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രശ്നം കൂടിയാണ്. അങ്ങനെ സമരത്തിന് ഞാൻ അതിൻ്റെ പൊതുവായി പറയല്ല. അങ്ങനെ പൊതുവായ പ്രശ്നങ്ങളെ ഇപ്പം ഇതുകൊണ്ട് നമുക്ക് പേഴ്സണലി നേട്ടമൊന്നും ഉണ്ടാവില്ല, പക്ഷേ എടുക്കണം. കാരണം അത് ജനങ്ങളുടെ പ്രശ്നമാണ്. എന്തുകൊണ്ട് എടുത്തില്ല? ഞാൻ പറയുന്ന ഈ വിവരങ്ങൾ പുറത്തു വരാണ്. എത്ര തവണ ഏതൊക്കെ നേതാക്കളെ കണ്ടിട്ടും അവരെല്ലാവരും അവഗണിച്ചു എന്ന് മാത്രമല്ല ദിവ്യ, ഇതൊരു പ്രശ്നമായി മാറുന്നു. വിടാതെ അതിൻ്റെ പിന്നാലെ പിടിക്കാൻ തീരുമാനിക്കുന്നു. പിന്നാലെ പിടിക്കാൻ തീരുമാനിച്ചിട്ട് എന്താവുന്നു? അത് കേസാവുന്നു, കോടതി ഇടപെടുന്നു, മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്നു. ഫൈനലി ഈ പോലീസുകാർ ഇതിന് പേ ചെയ്യേണ്ടി വരും എന്നൊരു നിലയിലേക്ക് എത്തിയപ്പോൾ അത് ആദ്യം സ്മെല്ല് ചെയ്യുന്ന ആർക്കറിയോ? ഇതേ പോലീസുകാർക്കാണ്. പണി വരാൻ പോകുന്നത് മനസ്സിലാക്കി അവർ പല വഴിക്ക് ഇടപെടാൻ നോക്കി ഈ കേസ് കോംപ്രമൈസ് ആക്കാൻ മുന്നിൽ നിന്നവരിൽ കോൺഗ്രസ്സുകാരുണ്ട്. കൂട്ടത്തിലൊരുത്തനെ തല്ലി ചതച്ച പോലീസ് സംവിധാനത്തിനെതിരെ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുമ്പോൾ ആ കേസ് സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചവരിൽ കോൺഗ്രസ്സുകാരുണ്ടെന്ന് അവർ പറയുകയാണ്. അപ്പോൾ ഈ പ്രതിപക്ഷം ആരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഈ സമരം ചെയ്യാൻ ധാർമ്മികമായ എന്ത് അവകാശമുണ്ട്? ഈ വിഷയം പുറത്തു വന്നപ്പോൾ ഈ CCTV ഫുട്ടേജ് കിട്ടിയപ്പോൾ അതുമായിട്ടൊരു പ്രമുഖ കോൺഗ്രസ് നേതാവിൻ്റെ അടുത്ത് പോയി അത് നിങ്ങളങ്ങ് നോക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്രേ. അതിനുശേഷം ഇത് പുറത്തു വരികയും കേരളത്തിൻ്റെ സിവിൽ സൊസൈറ്റി ഇത് ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ ഇതിനൊരു സമരത്തിൻ്റെ സാധ്യതയുണ്ടെന്നും അങ്ങനെ ഒരു ഇന്ധനം അതിനകത്തുണ്ടെന്നും മനസ്സിലായപ്പോൾ അത് ഏറ്റെടുക്കാൻ ഇപ്പോൾ വന്നിരിക്കുന്നു, ഉറച്ച ഭാഷയിൽ സംസാരിക്കുന്നു. ഇതല്ല ഒരു പ്രതിപക്ഷ പാർട്ടി ചെയ്യേണ്ടത്. അങ്ങേയറ്റം വഞ്ചന അതൊരു പ്രവർത്തകനോട് ചെയ്തു എന്നുള്ളതല്ല, കൂട്ടത്തിലുള്ള ഒരു രാഷ്ട്രീയക്കാരനോട് ചെയ്തു എന്നുള്ളതല്ല. കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടാകെ സ്റ്റേറ്റ് നമ്മളെ ചവിട്ടി അരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ, സ്റ്റേറ്റ് വഴിപിഴച്ചു പോകുമ്പോൾ തിരുത്താൻ ഞങ്ങൾ നിങ്ങളുടെ ശബ്ദമായി ഉണ്ടാകുമെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു പ്രതിപക്ഷം അങ്ങേയറ്റം വഞ്ചനാപരമായ സമീപനം സ്വീകരിച്ചതിൻ്റെ ഉദാഹരണമാണിത്. അവരാദ്യം മറുപടി പറയണം. എന്നിട്ട് അവർക്ക് ഈ സമരം നടത്താനുള്ള റൈറ്റ് ഉള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം നമ്മൾ എവിടെ പോകും? സ്റ്റേറ്റ് ചതിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പ്രതിപക്ഷത്തെയാണ്. ഇവിടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രതിപക്ഷമുണ്ട്. അവരും കൂടി ഇങ്ങനെ ചെയ്താൽ അപ്പോൾ അവരവരുടെ താല്പര്യം. ഇത് ഇപ്പോൾ കോഴിക്കോട് ദുൽഖിഫിൽ എന്ന് പറഞ്ഞ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ഉണ്ട്. അയാളുടെ വഴി വെച്ച് പോലീസ് അയാളുടെ താക്കോൽ വലിച്ചു വരുന്നു, മർദ്ദിക്കുന്നു, അയാളെ കൊണ്ടുപോകുന്നു. ആ വിഷയത്തിൽ നിങ്ങൾ കോഴിക്കോട് നിന്നുള്ള എത്ര കോൺഗ്രസ് നേതാക്കളുടെ സ്ട്രോങ് ആയിട്ടുള്ള പ്രതികരണം കണ്ടിട്ടുണ്ട്? എവിടെ നിങ്ങൾ ആ നിലയ്ക്കൂടെ സമരത്തിന് മുന്നിൽ നിൽക്കുന്ന DCC പ്രസിഡന്റുമാരെ കണ്ടിട്ടുണ്ട്? ഇല്ല. അപ്പോൾ ഓരോരുത്തരും ഓരോ താല്പര്യ കേന്ദ്രങ്ങളായി ഓരോ ഇടത്ത് പ്രവർത്തിക്കുകയാണ്. കേവലമായ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾ, അധികാര താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പൊതുജനങ്ങളുടെ താല്പര്യം, ഏറ്റെടുക്കേണ്ട വിഷയത്തിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കി ഇടപെടുക ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന തല്ലുകൊണ്ട് മനുഷ്യൻ തൃശ്ശൂരിലെ ജൂബിലി ആശുപത്രിയിലെ മറ്റോ തല്ലുകൊണ്ട് കിടക്കുമ്പോൾ ഈ പറയുന്ന MP, ഞാൻ നേരത്തെ പറഞ്ഞ MP പരിസരത്തുണ്ടായിട്ട് അവിടെ കാണാൻ പോയില്ല എന്ന വിഷമം അയാൾക്കുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ. സർക്കാരിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് മാക്സിമത്തിൽ പറയാം. ഗവൺമെൻറ്റിന് പോലീസിന്മേൽ ഒരു നിയന്ത്രണവുമില്ല എന്ന നില വന്നിരിക്കുന്നു. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ ഭരണത്തിന് കീഴിൽ പോലീസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു, അതിൻ്റെ പേരിൽ ജനങ്ങൾ എനിക്ക് കൈയടിക്കുകയാണെന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ആ പോലീസ് ജനങ്ങളുടെ ജീവിതത്തിന് മേൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. ഇടപെടാൻ എന്തെങ്കിലും കഴിയുമെങ്കിൽ അദ്ദേഹം ഏറ്റവും മുകളിലുള്ള പോലീസുകാരനെ മുതൽ ഏറ്റവും താഴെ വരെയുള്ള പോലീസുകാരൻ്റെ അഭിമാനവും അവരുടെ മാനസികമായ ആത്മവീര്യവും RSSകാരെ പോലും കാണാനുള്ള അവരുടെ മാനസികമായ സന്നദ്ധതയും താല്പര്യവും എല്ലാം സംരക്ഷിക്കുന്ന ഒരു പ്രത്യേക സംഗതിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ തിരുത്താനുള്ള ഫോഴ്സായിട്ട് പ്രവർത്തിക്കാൻ ആരാണ് കഴിയേണ്ടത്? അദ്ദേഹത്തിന് പാർട്ടിക്കോ കഴിയില്ല. സാധാരണ പണ്ട് കഴിയുമായിരുന്നു. മുഖ്യമന്ത്രിക്ക് തെറ്റിപ്പോയാൽ മുഖ്യമന്ത്രിയെ തിരുത്താൻ കഴിയുന്ന ഒരു പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു, CPIM എന്നായിരുന്നു അതിൻ്റെ പേര്. ഇപ്പോൾ ആ പാർട്ടിയില്ല. ആ പാർട്ടിയുടെ സമ്മേളനത്തിൽ പോലും ആ ഡിസ്കഷൻ നടക്കില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ പിന്നെ സംസാരിക്കാൻ ആരാ ഉള്ളത് പുറത്ത്? മാധ്യമങ്ങൾ സംസാരിക്കണം, പിന്നെ സംസാരിക്കേണ്ടത് പ്രതിപക്ഷമാണ്. ആ പ്രതിപക്ഷത്തിൻ്റെ കഥ ഇതാണ്. അപ്പോൾ ഇത് പോലീസ് അട്രോസിറ്റി ഒരു പുതിയ കാര്യമല്ല, നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാൻ പറയുക, സർക്കാരിനെ ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. സർക്കാരിനെ ഒരുപാട് തവണ ഓഡിറ്റ് ചെയ്തു. പക്ഷേ സർക്കാരിനെ പിടിച്ചു നിർത്താൻ ബാധ്യപ്പെട്ട പ്രതിപക്ഷം എങ്ങനെയാണ് ഈ ഇഷ്യൂവിൽ നമ്മളെ വഞ്ചിച്ചത് എന്നതാണ് എനിക്ക് കുറച്ചുകൂടി ശബ്ദത്തിൽ പറയാൻ തോന്നുന്ന കാര്യം.